يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبا بالإسلام يا حبيبي يا شافعي يا رسول الله. നമ്മുടെ കുഞ്ഞുമക്കൾ തയ്യാറാക്കിയിട്ടുള്ള അതിമനോഹരമായ ഖുർആൻ എക്സിബിഷൻ വളരെയധികം പഠനാർഹമാണ്, ചിന്തോദ്ദീപകമാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വളരെ വളരെ സരളമായും വളരെ മനോഹരമായ രീതിയിലുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആന്റെ ആത്മീയ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഹൃദയ ശുദ്ധീകരണത്തിലൂടെ മനുഷ്യനെ മലക്കിനോളം ഉയർത്തുന്ന തരത്തിലുള്ള ശുദ്ധീകരണമാണ്, തർബിയത്തും തസ്കിയത്തുമാണ് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം. അസ്സലാമു അലൈക്കും. ഡേ ആൻഡ് നൈറ്റ് ആണ് എൻ്റെ പ്രൊജക്ട്. ഇത് നാം അധിവസിക്കുന്ന ഭൂമിയാണ്. ഭൂമി സ്വയം ഒരവണെ ചുറ്റുമ്പോഴത്തേക്കും രാവും പകലുമാകുന്നു. ഇത് സൂര്യനെ ഭൂമി ഒരു തവണ ചുറ്റി വരുമ്പോഴത്തേക്കും ഒരു വർഷമാകുന്നു. സൂര്യപ്രകാശം കൊണ്ടാണ് മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും എല്ലാം വെളിച്ചം കിട്ടുന്നത്. രാവും പകലും മാറി മാറി വരുന്നതിനെ പറ്റി അള്ളാഹു ഖുർആനിൽ അൻആം എന്ന സൂറത്തിലെ ആയത്തുകളാണ് ഇതെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രൊജക്റ്റ് സോളാർ സിസ്റ്റമാണ്. വശംസു തജ്രി ലിമുസ്തഖ്ദി ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ അതിന്റെ തീരുമാന സഞ്ചാര പാതയിൽ സഞ്ചരിക്കുകയാണ്. അതാണ് മഹാസൃഷ്ടാവിന്റെയും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ നിർണയം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ഊലിൽ അൽബാബ്. ആകാശഭൂമികളും സൃഷ്ടിയിലും ദിനരാത്രികൾ മാറി മാറി വരുന്നതിലും ബുദ്ധിശാലികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും. സൂറത്തുൽ നഹ്ലിലെ 68ഉം 69ഉമായ സൂറത്തിന്റെ അർത്ഥമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ നാഥ തേനീച്ചയ്ക്ക് വാക്ക് നൽകി. എന്തെന്നാൽ പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും മണ്ണിനു മുകളിലും പടർത്തപ്പെട്ട വള്ളികളിലും നിങ്ങൾ കൂടുകൾ ഉണ്ടാക്കുക. സകലവിധ ഫലങ്ങളിൽ നിന്നും സത്ത് വലിച്ചെടുത്ത് നിന്റെ റബ്ബ് ഒരുക്കി തന്ന വഴികളിൽ ചരിക്കുക. ഈ ഈച്ചയുടെ ഉള്ളറകളിൽ നിന്ന് വർണ്ണ വൈവിധ്യമുള്ള ഒരു പാനീയം സ്രവിക്കുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശാന്തിയുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനത്തിന് ഇതിലും ദൃഷ്ടാന്തമുണ്ട്. അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിനെയാണ്. ആ ഒട്ടകം വെള്ളം കുടിക്കുന്ന ഒരു പിക്ചറാണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു സംസം കിണറാണ്. നിങ്ങൾക്ക് സംസം കിണറിന്റെ കഥ അറിയാമോ? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം, നീ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കണം. അത് കേട്ട് ഉടൻ തന്നെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു. 2 ദിവസത്തെ ഭക്ഷണം മാത്രമേ ഹാജറ ബീവിയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതും പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു. അങ്ങനെ കുട്ടി ദാഹത്തോടെ കരയുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ ഹാജറ ബീവി സഫ മർവ കുന്നുകൾക്കിടയിൽ 7 പ്രാവശ്യം ഓടുകയും ചെയ്തു. അങ്ങനെ വെള്ളം കിട്ടാതെ മടങ്ങിയ ഹാജറ ബീവിക്ക് ഒരു വലിയ സന്തോഷമുണ്ടായി. കാരണം ഇസ്മായിൽ നബി കാലിട്ടടിക്കുകയുണ്ടായിരുന്നു. ആ കാലിട്ടടിക്കുന്ന ഭാഗത്തു നിന്നും ഒരു ഉറവ് പൊട്ടാൻ തുടങ്ങി. ആ ഉറവയിൽ നിന്നും കുറെ അധികം വെള്ളം വരുവാൻ തുടങ്ങി. ആവശ്യാനുസരണം കുറെ അധികം കുടിക്കുകയും കുറച്ച് മാറ്റിവെക്കുകയും ചെയ്തു. അതിനുശേഷം സംസം സംസം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അടങ്ങുക അടങ്ങുക എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആനിലെ ഏതാനും ചെറിയ മിറാക്കിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് in the cave of Tur, Allah protect Yusuf and well. Ababil protects from Abrahat. The need break 2 pots. The boat of him. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹിഷാം മുഹമ്മദ്. എൻ്റെ പേര് മുഹമ്മദ് സയാൻ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സ്ലൈഡ് ഷോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് സ്ലൈഡ് ഷോ കാണാം. അസ്സലാമു അലൈക്കും.
അവതരിപ്പിച്ച 25 നബിമാരുടെ പേര്. അസ്സലാമു അലൈക്കും. ഇതാണ് ഹിറ ഗുഹ. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ഫലസ്തീനിലെ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട 3 പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി. ഇതിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ മനുഷ്യനുമായ ആദം നബിയാണ് ഇത് പണിതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നതും പറയുന്നതും. ഈ ദാവൂദ് നബിയും ഇബ്രാഹിം നബിയും ഇത് പണിതിട്ടുണ്ട്. സുലൈമാൻ നബിയാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഫലസ്തീനിലെ ചക്രവർത്തിയുടെ യുദ്ധത്തിൽ ഈ പള്ളി പൂർണ്ണമായി തകർന്നു. പിന്നീട് ജോർഡൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ഫലസ്തീനിലെ ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിലെ ആദ്യ കിബില മസ്ജിദുൽ അഖ്സയായിരുന്നു. അസ്സലാമു അലൈക്കും. മസ്ജിദുൻ നബവി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് സ്ഥാപിച്ചത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സൗദി അറേബ്യയിലത്തെ മദീന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉള്ളത്. ഈ പള്ളിയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാൽപ്പാട് ഉള്ളത്. താങ്ക് യു. രാജാവ് സന്തോഷത്തോടെ വരുന്നു. എന്നാൽ രാജാവിന്റെ മുഖമൊക്കെ മാറിയത്. അശ്ശോ, രാജാവ് ദേശത്തോടെ പോകുന്നു. എന്താണെന്ന് ഞങ്ങക്ക് നോക്കാം. ഓ, ഈ കൊട്ടാരം മനുഷ്യന്റെ പ്രതീകമാണ്. അകം മലിനമാണ്. മലിനമായ ഹൃദയത്തിൽ അള്ളാഹു പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണം. മലിനമായ ഹൃദയത്തിൽ അള്ളാഹു പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണം. അസ്സലാമു അലൈക്കും. ഇത് മനുഷ്യന്റെ ഹൃദയമാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ബ്ലഡ് പമ്പ് ചെയ്യലാണല്ലോ. അതിനേക്കാളും വലിയൊരു ഹൃദയം ശരീരത്തിലുണ്ട്. അതില് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ കറുത്ത പാടുകളായി ഇവിടെ വരും. ഇപ്പൊ ഒരാള് കള്ളം പറയുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത പാട് വരും. ഇനി അവൻ ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ വീണ്ടും കറുത്ത പാട് ഹൃദയത്തിൽ വരും. മൊത്തം കറുത്ത പാടാണെങ്കിൽ, ഹൃദയം മൊത്തം കറുത്തിരിക്കുകയാണെങ്കിൽ അവന്റെ വഴി എന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള വഴിയായിരിക്കും. അപ്പോൾ ഈ തെറ്റുകളിലെല്ലാം അവൻ വിഷമിക്കുന്നുണ്ട്, ഖേദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു അത് തീർച്ചയായും പുറത്തു തരും. ഇപ്പൊ അവന് നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഈ തെറ്റ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നിത്യവും നമസ്കാരം ഈ നിത്യജീവിതത്തിൽ പകർത്തിയാൽ ആ തെറ്റും അള്ളാഹു അത് മായ്ച്ചു തരും. ഓരോ തെറ്റും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ചാൽ അള്ളാഹു എല്ലാ തെറ്റുകളും മായ്ച്ചു കളയും. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഒരു കറുത്ത പാടുമില്ലാത്തൊരു ഹൃദയമാണ് മനുഷ്യന് വേണ്ടത്. ഇതുപോലെ തന്നെ ഇത് ഒരു ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. പശ്ചാത്തപിക്കുന്നവർക്ക് എന്തായാലും അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നതാണ്. അതിനെ പറ്റിയുള്ള ഒരു ഹദീസാണ്, അലാ മഇന്ന ഫീ ജസദി മുളഗത്തുൻ ഇദാ സ്വൽഹതു സ്വൽഹുൽ ജസദി കുല്ലുഹു വഇദാ ഫസദത്തിൽ ഫസദി ജസദി കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം ഒന്നാകെ നന്നാവുകയും അത് മോശമായാൽ ശരീരം ഒന്നാകെ മോശമാവുകയും ചെയ്യും. അത് ഹൃദയമാണെന്ന് അറിയുക. അതാണ് ഹൃദയം ചീത്തയായാൽ ശരീരം മൊത്തം ചീത്താവുകയും ഹൃദയം നന്നായാൽ ശരീരം മൊത്തം നന്നാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. ഇത് സ്വർഗത്തിലെ 8 കവാടങ്ങളാണിത്. അസ്സലാമു അലൈക്കും. ഇത് ഇസ്ലാം കാര്യങ്ങൾ: ഷഹാദത്ത്, കലിമ, നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് ഇസ്ലാമിക കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ബന്ധപ്പെട്ടൊരു മരമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇത് ഞാൻ സമ്പാദിച്ച പണം.
ഇതിനാ സമ്പാദിച്ച സ്വർണം നെസീഫ് എന്ന് വെച്ചാല് ഒരു വർഷമൊക്കെ പൂർത്തിയാവുമ്പോ ഇത് പാവപ്പെട്ടവർക്ക് പൈസ ഇല്ലാത്തവർക്ക് അവർക്കൊക്കെ കൊടുക്കണം. ഇവരൊക്കെയാണ് അവരെല്ലാവരും. ഓക്കെ, എന്നാലേ ഇതെല്ലാം ഹലാലാവുക നമ്മുടെ ധനങ്ങൾ. Assalamu alaikum. The father of modern medicine, Ibn Sina. The father of modern optics, Ibn al-Haytham. Ibn Sina. They emphasize the importance of self-discipline and purification of the heart. Ibn al-Haytham. Be free from arrogance, be free from selfish motives. ഈ രണ്ട് ഇതാണ് അവരെ ഈ നിലയിൽ എത്തിച്ചത്. അസ്സലാമു അലൈക്കും. പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങള് തേൻ, ഒലിവ് ഓയില്, മാതള നാരങ്ങ, മത്തങ്ങ, പാല്, വെള്ളം, മുന്തിരി, ബീഫ്, കുമ്മട്ടിങ്ങ. അസ്സലാമു അലൈക്കും. ഇവിടെ കുറെ തരം ഖുറാനുകളുണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഖുറാന്റെ മോഡലാണ്.